ഒരുവൻ്റെ ആത്മീയ നിലവാരം അളക്കുന്ന ഒരു തുലാസ് ഉണ്ടെങ്കിൽ അതവൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. ഒരുവൻ എത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്നതാണ് അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അളവുകോൽ. ആത്മീയ ജീവിതത്തിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആത്മീയ ജീവിതം അളക്കുന്നത് അവൻ്റെ പ്രാർത്ഥനാ ജീവിതം വെച്ചാണ്. ഇനി നമ്പർ 2, ഒരു സഭയുടെ ആത്മീയ നിലവാരം അളക്കുന്നത് എങ്ങനെയാണ്? ഒരു സഭയുടെ ആത്മീയ നിലവാരം അളക്കണമെങ്കിൽ അതെങ്ങനെയാണ്? എത്രത്തോളം ദൈവ സാന്നിധ്യം ആ സഭയിലുണ്ട്. ചർച്ച് കൂടി വരുമ്പോൾ, ആ പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് കൂടി വരുമ്പോൾ എത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം ആ സഭയുടെ മധ്യത്തിൽ ഉണ്ട്. അതാണ് ആ സഭയുടെ ആത്മീയ അളവുകോൽ എന്ന് പറയുന്നത്. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, അപരിചിതനായ ഒരുവൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ദൈവാത്മാവിനാൽ പരിചയമില്ലാത്ത മറ്റു വ്യക്തികളെ വിവേചിക്കപ്പെടുമ്പോൾ അയ്യോ നിങ്ങളുടെ മധ്യത്തിൽ ദൈവമുണ്ട് എന്നറിഞ്ഞവൻ നെടുമ്പാട് വീടുന്നു. ഹല്ലേലൂയ. അവിടെയുള്ള ഗ്ലാമർ താരങ്ങളെ കണ്ടിട്ടാണോ മക്കളെ? അല്ല. അവിടെയുള്ളവരുടെ ബ്രാൻഡഡ് ഡ്രസ്സാണോ? അല്ല. അവിടെയുള്ളവരുടെ പണക്കാരുടെ സമ്പാദ്യം കണ്ടിട്ടാണോ? അവിടെയുള്ളവരുടെ വിദ്യാഭ്യാസം കണ്ടിട്ടാണോ? ഓഡിറ്റോറിയം കണ്ടിട്ടാണോ? വേറെ ഒന്നുമല്ല. ആ ചർച്ചിലുള്ളതായ ദൈവത്തിൻ്റെ സാന്നിധ്യം അത് വാക്കിൽ വെളിപ്പെടുന്നു, അത് പ്രവൃത്തിയിൽ വെളിപ്പെടുന്നു.